പറഞ്ഞിട്ട് എന്താ കാര്യം? പള്ളിയിലേക്ക് തീരിമിറ്റ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഞാൻ റെഡിയാക്കി കൊടുത്തല്ലോ. അത് കണ്ടവർക്ക് മറിച്ചു വിറ്റ് നിന്റെയൊക്കെ വട്ടച്ചെലവ് നടത്താനുള്ളതല്ല അല്ലേ. ആ മത്തായിയുടെ പറമ്പ് അവിടെ ആരേലും എന്തുട്ടേലും പരിപാടിക്ക് വന്നാല് അതിനിവര് കാശ് വാങ്ങിക്കണമെന്ന്. എന്തുട്ട അവകാശത്തിന്റെ പേരിലാണ്ടാ. അത് മത്തായി പള്ളിക്ക് അവകാശപ്പെടുത്തി തന്ന പറമ്പാണ്. എന്റെ അപ്പ ഒരു നാട്ടില് വെറുതെ കിടക്കണ പറമ്പ്, മൈതാനം, സ്പോർട്സ് ക്ലബ്ബ് അതൊക്കെ അവിടുത്തെ യങ്സ്റ്റേഴ്സിന്റെ ആണ്. വെറുതെ നടക്കണ യങ്സ്റ്റേഴ്സിന്. അതിന് നീ ഇടയ്ക്കേറി എഴുതിലെത്തിച്ചിട്ടുണ്ട്. നിന്നെ നെഞ്ചും കൂടെ വെഞ്ചരിക്കട്ടാ. ജോർജെ, നിന്നെ ഒരു പുരോഹിതനായിട്ട് കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചതാ. അതിനവൻ തയ്യാറായിരുന്നല്ലോ. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞ് കല്യാണം കഴിക്കാണ്ട് പുരോഹിതനാവണമെന്ന്? വെറും പുരോഹിതനല്ല, ബിഷപ്പ്. നമ്മുടെ സഭയിൽ കല്യാണം കഴിച്ച ബിഷപ്പ് ആവാൻ പറ്റില്ലെന്ന് അറിയില്ല നിനക്ക്? കണ്ട, അച്ഛൻ കെട്ടി പള്ളിയിൽ അച്ഛനായി കുട്ടികളുടെ അച്ഛനായി. ഞാൻ മാത്രം കെട്ടണ്ട് ബിഷപ്പ് ആയിക്കോളാൻ. ഭയങ്കര സെൽഫിഷാണ് അമ്മച്ചി. അപ്പച്ചൻ ഭയങ്കര സെൽഫിഷാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഞാൻ നിന്നോട് ഇനി മിണ്ടണില്ല. അമ്മച്ചി എന്നോടല്ലേ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ? നിന്നോട് ഞാൻ ഇനി ഒന്നും പറയണില്ലാന്ന്. ഇനി എന്റെ പ്രതീക്ഷ മുഴുവൻ ഇവനിലാണ്. ഫാദർ ജോസ് വടക്കൻ. അത് പോരിച്ചൂട്ട അപ്പച്ച. അപ്പച്ചന് ഭയങ്കര ദീർഘവീക്ഷണമാണ്. ഈയിടെയായിട്ട് ഇവന്റെ തലക്ക് ചുറ്റും ഞാൻ ഒരു ദിവ്യ വലയം കാണുന്നുണ്ട്. അപ്പനത് ശ്രദ്ധിച്ച? വല്ലാണ്ടങ്ങ് ഓവറാക്കല്ലേട്ടാ. ആടാ, ഈ പ്രഭ വല്ലണ്ടോ ഓവറ കഴിഞ്ഞ പിടിച്ച കിട്ടില്ല, പ്രാന്തായി പോവും. നീയാണ് ഇവിടെ ഇപ്പൊ ഓവർ. മോനെ ജോസേ, നീ നാളെ കാലത്ത് 5 മണിക്ക് എണീക്കണം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിന്. തുമ്മല് ചീറ്റി പോയതാന്ന്. ആരാണ്ട് യന്ത്രത്തിന് പാല് കാച്ചാനാണ് അലാറം വെച്ചത്. ഈശോയെ, ഗേൾസ്. നിങ്ങൾ നേരത്തെ വന്നാ? ഇന്നലെ വീട്ടിൽ പോയല്ലേ നേരത്തെ വരേണ്ട കാര്യമുള്ളൂ. സ്റ്റുഡൻസ് വരുമ്പോ നമ്മളെ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലടാ. മണി 7:30 അവരെ കാണാനില്ലല്ലോ. പെൺകുട്ടികളല്ലടാ ഈ കുട്ടികള്. കാലത്ത് നേരത്തെ എണീക്കില്ല. ഭയങ്കര മടിയാണ് ഈറ്റൾക്ക്. എണീറ്റ് തന്നെ ഒന്നും ഞെളിഞ്ഞ് വാട്സപ്പ്, ഫേസ്ബുക്ക് നോക്കിയിട്ട് മെല്ലെ പല്ലേച്ചാ മതിയായിരുന്നു കുട്ടികളൊക്കെ. അവനവന്റെ ഭാര്യ വല്ലതൊക്കെ ഉണ്ടോ നോക്കണില്ല. ഇറങ്ങിയിരിക്കണ്ടി. ബിന്ദു മാത്രമേ ഉള്ളൂ? ഇല്ലടാ, കാറുണ്ടാ. വണ്ടിമ പിരമിഡൊക്കെട്ടാണല്ലോ പറഞ്ഞേ. A to Z നന്നായി മതിയായിരുന്നു. എൻട്രി കലക്കി. തള്ളിറങ്ങിട്ടാ പുറകിടാവുണ്ടാവും. പിന്നെ തള്ളയല്ല. എനിക്കിടാവോ വണ്ടിക്കകത്തിരുന്ന് വിരിഞ്ഞ് തള്ളേതാവോ? വരും. ഇത് പിന്നെ തള്ളയല്ല. ഇത് കുടുംബശ്രീക്കാരുടെ ഡ്രൈവിംഗ് സ്കൂളാണെന്ന് തോന്നുന്നുട്ടോ ജോർജ്. ഈ ബിന്ദു എന്തുട്ടാ നമ്മുടെ ലൈഫ് ഫുൾ സ്റ്റോപ്പിടാനായിട്ട് എന്നിട്ട് കളി കളിക്കണേ? നിങ്ങൾ ഇവിടെ വന്നേ. ഗുഡ് മോർണിംഗ് ഡ്രൈവിംഗ് ടീച്ചർ. എച്ചെടുക്കുമ്പോഴേ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ തുടങ്ങിക്കോ. ശരി ടീച്ചർ. എന്താ ജോർജ് ചേട്ടാ, എന്തുട്ടാ കാര്യം? കുട്ടിക്ക് എന്തുട്ട് പറഞ്ഞിട്ട് ഗ്രൗണ്ട് തന്നെ? ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ. ആർക്ക് വേണ്ടിട്ട്? ലേഡീസിന് വേണ്ടി. എന്നിട്ട് അവിടെ എന്തുട്ട് എവിടെയെന്ന്? സ്കൂട്ടർ അവിടെ ഉണ്ട്, പിന്നെ കമ്പികളൊക്കെ അവിടെ ഉണ്ട്, ബോർഡ്. അതല്ല, പിന്നെ പെൺകുട്ടികളെവിടെ? ഗേൾസ് എവിടെന്ന്? അത് ജോർജ്. ആ നിക്കണ കാവടികളാണ് ഗേൾസ് എന്ന് ഉദ്ദേശിക്കണെങ്കിൽ മോളെ വേറെ പറമ്പ് നോക്കിയോട്ടോ. സ്കൂളിൽ പോവാനും കോളേജിൽ പോവാനൊക്കെ ഇളം പെൺകുട്ടികൾ പെടണ പാട് കണ്ടിട്ട് അവര് ഫേസ് ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മനസ്സിലാക്കി അവരെ ശക്തിപ്പെടുത്താനുള്ള വഴിയായിട്ടാണ് കുട്ടിക്ക് ഡ്രൈവിംഗ് സ്കൂളിലൂടെ അനുവദിച്ച് സ്ത്രീ ശാക്തീകരണം. ഇതൊക്കെ ഒരു തവണ പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് മെലക്കണ്ട കയറിക്കോട്ടാ. എന്നും മഹത്തായ ലക്ഷ്യം, സ്വപ്നം, അതാണ് ഞങ്ങൾ യുവാക്കളുടെ മനസ്സിൽ. ഇവരൊക്കെ കുടുംബശ്രീക്കാരെ കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചോളൂ. നിങ്ങളെ രാജന്റെ ഭാര്യയല്ലേ? അതെ. അങ്ങനെ നല്ല മനുഷ്യനല്ലോ. 2 അടിച്ചു കൊടുത്ത് കിടക്കും. നിങ്ങൾ എടുത്തോണ്ട് പോയി ഇടിച്ചു കൊടുത്ത് കിടക്കൂലേ? അതാ മക്കളെ കുഴപ്പം. അദ്ദേഹം അടിച്ചടിച്ചെടുത്ത് കിടക്കുകയെ. ഇതൊന്ന് പഠിച്ചെടുക്കാൻ ഒട്ടകം ടാക്സിയും പിടിച്ച കാശുകളേണ്ടല്ല, എനിക്ക് തന്നെ കൊണ്ടുവരാല്ല. അതാ മൈക്രോ ഫിനാൻസ് അംഗമല്ലേ? ഉടുക്കത്തെ ബുദ്ധിയേട്ടാ. വണ്ടി കയറിക്കേ. ആ ഡോറടിച്ചേ.
ആ എടുത്തോ. ജോർജ് ഏട്ടാ ഞാൻ പറയണൊന്ന്. ബിന്ദു ഒരു തേങ്ങയുടെ മൂടും പറയണ്ടട്ടാ, കൊലച്ചതിയായി പോയി. വെറുതെ മനുഷ്യന്റെ വെളുപ്പങ്ങനത്തെ ഓർക്കങ്ങളതിനായിട്ട്. ജോർജ്, എടാ നമ്മളെ MLA കല്ലൂക്കാരൻ മരിച്ചു. ഹായ് ചെലവുണ്ടാ. ഹൈ എന്തുട്ടടാ? എപ്പോഴാ? ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല കിടന്നോർത്തിരുന്ന മനുഷ്യനാ. സൈമൻ കൂടെ ഉണ്ടായിരുന്ന ആള് വരുന്നേ ഉള്ളൂ തൃശ്ശൂരിന്ന്. ആണോ? എന്നാ അവിടെ കാണാ, വാടാ. ജോർജ് ഏട്ടാ ആ ചോർച്ചണ്ടെങ്കിൽ അടച്ചോ.